സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ബിഹേവ് യുവർ സെൽഫ്. എന്താണ് ബിഹേവ് യുവർ സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ മാന്യമായി പെരുമാറും. ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, നീ മാന്യമായി പെരുമാറും. ടീച്ചേഴ്സ് സാധാരണ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ നല്ല അലമ്പ് കാണിക്കും, പക്ഷേ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നന്നായി പെരുമാറണം, അവിടെ സൈലൻ്റ് ആയിരിക്കണം, കൂടുതൽ അച്ചടക്കം വേണ്ട സ്ഥലമാണ്. കുട്ടികളെ, ദയവായി ലൈബ്രറിയിൽ നന്നായി പെരുമാറും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ചിൽഡ്രൻ, പ്ലീസ് ബിഹേവ് യുവർ സെൽവ്സ് ഇൻ ദ ലൈബ്രറി. ജോലിസ്ഥലത്ത് വളരെ മോശം പെരുമാറ്റമുള്ള ഒരാൾ നമ്മുടെ കൂട്ടുകാരനാവാം. നമ്മളാൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, ജോലി സ്ഥലത്ത് മാന്യമായി പെരുമാറാൻ നീ പഠിക്കണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു നീഡ് ടു ലേൺ ടു ബിഹേവ് യുവർ സെൽഫ് അറ്റ് വർക്ക് പ്ലേസ്. നമ്മൾ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ദയവായി നീ മാന്യമായി പെരുമാറണം. ചില ആൾക്കാരില്ലേ, വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പ് കാണിക്കും. അവരോടൊക്കെ പറയാൻ പറ്റും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്ലീസ് ബിഹേവ് യുവർ സെൽഫ് while we are at the wedding party. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.